കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് എന്റെ കയ്യിൽ കിട്ടിയത്. ഇതിന്റെ മക്കളാണ്, ഈ കാണുന്നതൊക്കെ എന്റെ മക്കളാണ്. ഇനി കൊടക്കാട് തങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചാല് ബേജാറാകാതെ ഞാൻ പറയും 50 ചില മക്കളുണ്ട്. സന്തോഷത്തോടെ പറയും. 65 കുട്ടികളുടെ രക്ഷിതാവാണ് നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങൾ. ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇങ്ങനെ കുന്നുപോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് അദ്ദേഹത്തെ തേടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ ഒഴുകിയെത്തുകയാണ്. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് വളരെയേറെ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാത്രം ഇത്രയും അധികം ആളുകൾ വിമർശിക്കപ്പെടുന്നത്? അതേ സമയത്ത് തന്നെ ഇത്രയും ആളുകൾ വിമർശിക്കപ്പെടാനുണ്ടായിട്ടും ഇത്രയും ആളുകൾ വിമർശിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് വേറെ എവിടെയുമില്ലാത്ത വലിയ വലിയ സദസ്സുകൾ ഇദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ പറ്റുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും നമുക്കുള്ളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ചിന്തിച്ചു പോകുന്ന രണ്ട് ചോദ്യങ്ങളാണത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് എന്റെ കയ്യിൽ കിട്ടിയത്. 65 കുട്ടികളുടെ രക്ഷിതാവാണ് നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ വേറെ ആരും പറഞ്ഞിട്ട് അറിഞ്ഞതല്ല. അദ്ദേഹം തന്നെ ഒരു സദസ്സിൽ വളരെ കൃത്യമായിട്ട് ആ കുട്ടികളെയെല്ലാം കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നിൽക്കുന്ന 55 കുട്ടികളും എൻ്റെ കുട്ടികളാണ് എന്ന് അദ്ദേഹം തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും വിഷമം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ. ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് 4 കൊല്ലമായി നൂറെ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ പത്തര മാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര വേട്ടയാടിയിട്ടുണ്ടാകുന്നില്ല, തങ്ങൾ പാപ്പാക്കൊന്നും പറ്റുന്നില്ല, മജൂസിന് പറ്റുന്നില്ല. അതിന് എനിക്കൊരു ഉത്തരമുള്ളത് അള്ളാന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞൊരു വാക്ക് മാത്രമാണ്. ഈ കണ്ടോ, ഈ യത്തീമക്കള്, ഈ യത്തീമക്കളെ കണ്ടോ, ഇവരാണ് എന്റെ രക്ഷ. ഈ യത്തീമക്കളെ ദുആയാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. ഞാന് ഏറ്റെടുത്ത 50 ചില്ല മക്കളാണ്. എല്ലാ മാസവും ഇതിന്റെ മക്കളാണ്, ഈ കാണുന്നതൊക്കെ എന്റെ മക്കളാണ്. ഇനി കൊടക്കാട് തങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചാല് ബേജാറാകാതെ ഞാൻ പറയും 50 ചില മക്കളുണ്ട്. സന്തോഷത്തോടെ പറയും. ഇവരെ വസ്ത്രം, ഇവരെ ഭക്ഷണം, ഇവർക്കുള്ള ആശുപത്രി ചെലവുകൾ, എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ മക്കളാണ്, ചെറിയ പൈത മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാപ്പയില്ലാത്ത വിഷമം അവരെ അറിയിക്കാതെ അവരെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് യത്തീം മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൂറെ ഹബീബിന്റെ ഒരുപാട് മുത്തുമണികളുണ്ട്, ഒരുപാട് അടിമന്മാരുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരുടെ സഹായം കൊണ്ടാണ് ഈ മക്കളെ നമ്മളെ നോക്കുന്നത്. ഈ മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലമാണ് നൂറെ ഹബീബിന്റെ വിജയം. ഇത് മാത്രമാണ് നൂറെ ഹബീബിന്റെ കരുത്ത്. ഈ മക്കള് ഒരു ആമീൻ പറഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ രക്ഷ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം യത്തീം മക്കളെ നോക്കാനുള്ള സമ്പത്ത് അള്ളാഹു ഞങ്ങളെ കയ്യിൽ തരട്ടെ. അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിന് അള്ളാഹു ഉയർത്തട്ടെ. സലാത്തുൽ ഫാത്തിഹ, പിന്നെ ഒരുപാട് മക്കളുണ്ട്, അതുപോലെ തന്നെ പിന്നെ വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെ നോക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിന് അള്ളാഹു ഉന്നതങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ. ഇവര് പാവപ്പെട്ട മക്കളല്ല, ഇവര് നമ്മളെ തങ്ങൾ പാപ്പാന്റെ കുട്ടികളാണ്. 50 ചില മക്കളുണ്ട്. അവർക്ക് ഓരോ മാസം 5000 വെച്ചും പല ആളുകൾ മക്കളനുസരിച്ച് നമ്മൾ ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. എല്ലാ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്